ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വിശുദ്ധ ശബത്ത്. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കുവാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ്. ആധാരവാക്യമായി നാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുകയാണ്. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു താൻ 40 ദിവസത്തെ ഉപവാസം നടത്തുമ്പോൾ പിശാച് തന്നെ പരീക്ഷിക്കേണ്ടതിന് കടന്നു വരികയും കല്ലിനെ അപ്പമാക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. പിശാചിന്റെ ആ കൽപ്പന അനുസരിക്കുവാൻ യേശുക്രിസ്തു കൂട്ടാക്കാതെ അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് പറയുക. അങ്ങനെ പിശാചിനെ താൻ വചനം കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്തൃമേശ എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും പാവനമായ, വളരെ ഗൗരവത്തോടെ കരുതേണ്ട ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ്. ആ തിരുവത്താഴ് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അനേകർക്ക് അനേകം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന്, യേശുക്രിസ്തു ഈ മർക്കോസിന്റെ മാളിക മുറിയിലായിരിക്കുമ്പോൾ പെസഹ ആചരിക്കേണ്ടതിന് വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തെ ചൂണ്ടിക്കാണിച്ച പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ആ ദിവസം ആ രക്തം അവർ താമസിക്കുന്ന ഭവനത്തിന്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരണ്ടമായിരുന്നു. അവര് കയ്പ് ചീരയോടുകൂടെ അപ്പം കഴിക്കണമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഈ പെസഹ അപ്പം ഭക്ഷിക്കുന്നതിനായി തന്റെ ശിഷ്യന്മാരുമായി കൂടി വരുമ്പോൾ ആദ്യമായി ചെയ്തത് ഒരു പാദം കഴുകൽ ശുശ്രൂഷയാണ്. അവരുടെ താഴ്മയെ സൂചിപ്പിക്കുന്നതിന് കൊടുത്ത ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് പാദം കഴുകൽ ശുശ്രൂഷ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഈ ശുശ്രൂഷ എല്ലാവരും നിർവഹിക്കേണ്ടതാണ് എന്നാണ്. 13-ാം അധ്യായം 14-15 വാക്യങ്ങളും 17-ാം വാക്യവും വായിക്കുമ്പോൾ ഈ ശുശ്രൂഷ, അതായത് പാദം കഴുകൽ ശുശ്രൂഷ നിർവഹിക്കുന്നവര് ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നു. മാത്രമല്ല, യേശുക്രിസ്തു പറയുന്നു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാലുകൾ കഴുകേണ്ടതാകുന്നു. ഇത് ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം താൻ അപ്പമെടുത്ത് ഇതെന്റെ ശരീരം, ഇത് ഭക്ഷിപ്പിൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വീഞ്ഞെടുത്തതിന് ശേഷം ആ മുന്തിരിച്ചാറിനെ നോക്കി പറയുകയാണ്, ഇത് എന്റെ രക്തം, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രിയ മക്കളെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് അക്ഷരീയമായി ചില സഭകൾ എടുത്തിരിക്കുന്നു. അതായത് ഈ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഈ അപ്പം യേശുവിന്റെ ശരീരമായി മാറുന്നു, അതുപോലെ തന്നെ ഈ വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറുന്നു എന്നുള്ള അക്ഷരീയമായ അർത്ഥത്തിൽ അതിനെ എടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അനേകരും ചിന്തിക്കുന്നത് പുരോഹിതൻ ഈ അപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു, മാംസമായി മാറുന്നു എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ വീഞ്ഞെടുത്ത് വാഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ വീഞ്ഞ് യേശുവിന്റെ രക്തമായി മാറുന്നുവെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ
പ്രിയ ദൈവമക്കളെ, അത് പ്രതീകം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം യേശുക്രിസ്തു വന്ന് ക്രൂശിക്കപ്പെട്ടിട്ടില്ല, യേശുവിന്റെ തിരുശരീരം നുറുക്കപ്പെട്ടിട്ടില്ല, യേശുവിന്റെ രക്തം കാൽവറിയിൽ ചിന്തിയിട്ടില്ല. അത് കാൽവറി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ തിരുശരീരം നുറുക്കപ്പെടുന്നതിന്റെയും അതുപോലെ തന്നെ തന്റെ രക്തം കാൽവറി ക്രൂശിൽ ചിന്തുന്നതിന്റെയും ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്റെ ശരീരം നുറുക്കപ്പെട്ടു, അതുപോലെ തന്നെ എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു എന്നാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി കർത്താവ് വിലയായി കൊടുത്തു. പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്നുവരെ ഓർക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നത് കർത്താവും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് വരെ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും ചെയ്യേണ്ട അനുഗ്രഹിക്കപ്പെട്ട പാവനമായ, വളരെ ഗൗരവത്തോടെ കരുതേണ്ടതായ, ഒഴിഞ്ഞു നിൽക്കരുതാത്ത ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ. അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കാത്തവർ കർത്താവിന്റെ കാൽവറിയിലെ ക്രൂശിനെയും അതുപോലെ തന്നെ കർത്താവിന്റെ തിരുരക്തത്തെയും തിരുശരീരത്തെയും നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ പങ്കെടുക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ തിരുവചന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പുരോഹിതന്റെ കരങ്ങളിൽ ഈ അപ്പം മാംസമായി മാറുന്നില്ല, അതുപോലെ തന്നെ മുന്തിരിച്ചാറ് രക്തമായി മാറുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു പുരോഹിതന് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ സൃഷ്ടിക്കാൻ കഴിയും, അതുപോലെ തന്റെ ശരീരത്തെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ അവർ സ്രഷ്ടാവായി മാറുകയാണ്. പ്രിയ മക്കളെ, ദൈവത്തെക്കാൾ വലിയൊരു സ്രഷ്ടാവായി മാറുന്ന പുരോഹിതനെയാണ് അവിടെ ആളുകൾ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ അപ്പത്തിന് വസ്തുമാറ്റം സംഭവിക്കുന്നില്ല, വീഞ്ഞിന് വസ്തുമാറ്റം സംഭവിച്ച രക്തമായി തീരുന്നില്ല. ഓരോ പുരോഹിതനും അതിനെ മാറ്റി യേശു ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവുമായി മാറ്റാനുള്ള കഴിവ് ഇല്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ തക്കോണം കഴിയും. കാരണം നമ്മുടെ സ്രഷ്ടാവ് ദൈവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഴിവ് ഒരു പുരോഹിതനോ ഒരു പാസ്റ്റർക്കോ ഭൂമിയിൽ നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. തിരുവചനം പറയുന്നത് ഒരു പുരോഹിതന്റെ അനുഗ്രഹത്തിലൂടെ അല്ല, പരിശുദ്ധാത്മാവിലൂടെയാണ് യേശു തന്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്. റോമർ 8:9 ഇങ്ങനെ കാണുന്നു: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ അല്ല. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നാം ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. മാത്രമല്ല, കർത്താവ് വരുവോളം കർത്താവിന്റെ വരവിനെ അത് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഈ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും നമ്മൾ കഴിക്കുന്നത്, നാം ഈ തിരുവചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. അങ്ങനെ നമ്മൾ കഴിക്കുന്നത് അപ്പമാണ്, കുടിക്കുന്നത് വീഞ്ഞാണ്. അത് മാംസമല്ല, അത് രക്തവുമല്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ സൂചിപ്പിക്കുന്നതാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വർഗത്തിലെ ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുത്ത് ധാരാളം അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടയ കർത്താവേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തെയും
തിരുരക്തത്തെ സൂചിപ്പിക്കുന്ന അപ്പവും വീഞ്ഞും അടിയങ്ങൾ ഭക്ഷിക്കുമ്പോൾ അടിയകർത്താവേ, അത് കാൽവരി ക്രൂശിനെ അടിയങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കുന്നു. അടിയങ്ങളുടെ പാപങ്ങളെയും ശാപങ്ങളെയും കർത്താവ് ഏറ്റുവാങ്ങി അടിയങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചതിന്റെ ഓർമ്മയാണെന്ന് അടിയങ്ങൾ അറിയുന്നു. കർത്താവിന്റെ വരവ് വരെയും അടിയങ്ങള് ആ ശുശ്രൂഷ അത് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവരുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും വിശുദ്ധ ശബദിന്റെ ശിഷ്ട മണിക്കൂറുകൾ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ദൈവം പകരുന്നു. ദൈവം അനുഗ്രഹിക്കും.